ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി വേൾഡ്. ഇന്ന് നമ്മൾ ഡ്രഗ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ്സാണ്. ഓക്കെ, നമുക്കിവിടെ കാണാൻ ഒരു 4 ഡ്രഗ്സ് ഞാൻ എഴുതിയിട്ടുണ്ട്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? അനാൾജസിക്സ് ആണ്. ഓക്കെ, അനാൾജസിക്സ് ദേ ആർ പെയിൻ റിലീവേഴ്സ്. ഓക്കെ, ആൻഡ് they are of two types, narcotics type and non-narcotics type. Okay, so analgesics are chemical substances which are used for relieving pains, and they are of two types, narcotics and non-narcotics. Okay, narcotics in example ആണ് morphine, heroin, and narcotics are the drug which produce sleep and unconsciousness are called narcotics. Okay, narcotics are the substances, drugs which produce sleep and unconsciousness. ഇനി നോൺ നാർക്കോട്ടിക്സ് ആയിട്ടുള്ള ഒരു അനാൾജസിക് ആണ് ആസ്പിരിൻ. ആസ്പിരിൻ നമുക്ക് ആൻറ്റിപൈററ്റിക് ആയിട്ടും പറയാം. ആസ്പിരിൻ്റെ കെമിക്കൽ ഫോർമുല 2-അസറ്റോക്സി ബെൻസോയിക് ആസിഡ് ആണ്. ഓക്കെ, സോ ആസ്പിരിൻ ആണ് നോൺ നാർക്കോട്ടിക് ആയിട്ട് ഉപയോഗിക്കുന്നത്. നാർക്കോട്ടിക്സ് ഡ്രഗ്സ് ഒരു ഹാബിറ്റ് ഫോമിങ് ചെയ്യും. ബട്ട് നോൺ നാർക്കോട്ടിക്സ് ആയിട്ടുള്ള ആസ്പിരിൻ ഇറ്റ് വിൽ നോട്ട് പ്രൊഡ്യൂസ് മേക്ക് എനി ഹാബിറ്റ് ഫോമിങ്. ആസ്പിരിൻ വിച്ച് ഇസ് കെമിക്കലി 2-അസറ്റോക്സി ബെൻസോയിക് ആസിഡ് ആണ്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് യൂസ്ഡ് ആസ് അനാൾജസിക് ആൻഡ് ഇറ്റ് വിൽ ഗിവ് ഇമ്മീഡിയറ്റ് റിലീഫ് in case of body aches. Next, antipyretic. These are the substances used to bring down the body temperature. Okay, bring down the body temperature. Examples ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? അനാൾജിൻ, ഫിനാസെറ്റിൻ, പാരസെറ്റമോൾ. നമുക്ക് ഓൾറെഡി അറിയാമല്ലേ പാരസെറ്റമോൾ. നെക്സ്റ്റ്, ട്രാൻസ്ക്വിലൈസേഴ്സ്. Okay, drugs that are used for anxiety is known as tranquilizers. Drugs given to the patient suffering from anxiety and mental tensions are called tranquilizers. Okay, example, derivatives of barbituric acid, LSDs and mescaline are the examples. Okay, next വരുന്നത് ആൻറ്റിസെപ്റ്റിക്സ്. നമുക്ക് ആൻറ്റിസെപ്റ്റിക് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ പേര് ഓർമ്മ വരുമല്ലേ, ഡെറ്റോൾ. സോ ആൻറ്റിസെപ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? കെമിക്കൽ സബ്സ്റ്റൻസസ് വിച്ച് പ്രിവെൻറ്റ് ദ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസം ആൻഡ് മേ ഓൾസോ കിൽ ദം ആർ കോൾഡ് ആൻറ്റിസെപ്റ്റിക്സ്. എക്സാമ്പിൾ, ഡെറ്റോൾ വിച്ച് ഇസ് എ മിക്സ്ചർ ഓഫ് സൈലിനോൾ ആൻഡ് ടെർപീനിയോൾ. ഓക്കെ, സോ ഡെറ്റോൾ ഈസ് എ മിക്സ്ചർ ഓഫ് ക്ലോറോസൈനിലിയോൾ ആൻഡ് ടെർപീനോൾ. അപ്പോൾ നമ്മൾ 4 ടൈപ്പ് ഡിഫറെൻറ്റ് ഡ്രഗ്സിനെ കുറിച്ച് പഠിച്ചു. അനാൾജസിക്, ആൻറ്റിപൈററ്റിക്, ട്രാൻസ്ക്വിലൈസേഴ്സ്, ആൻറ്റിസെപ്റ്റിക്സ്. അനാൾജസിക്സ് എന്ന് പറയുന്നത് പെയിൻ റിലീഫിന് ഉപയോഗിക്കുന്നു, ടെമ്പറേച്ചർ കുറയ്ക്കാൻ. പി എന്ന് പറയുമ്പോൾ പനി എന്ന് ഓർത്താൽ മതി. ട്രാൻസ്ക്വിലൈസർ പനി എന്ന് പറയുമ്പോൾ പനിക്ക് നമ്മൾ ടെമ്പറേച്ചർ കുറയ്ക്കുമല്ലോ, ചൂട് കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കും. അതിന് എക്സാമ്പിൾ പാരസെറ്റമോൾ, ഫിനാൻസെറ്റിൻ, അനാൾജിൻ. ട്രാൻസ്ക്വിലൈസേഴ്സിന് എക്സാമ്പിളാണ് ബാർബിറ്റ്യൂറിക് ആസിഡ്, LSD, മെസ്കാലിൻ. ആൻറ്റിസെപ്റ്റിക്സിന് എക്സാമ്പിളാണ് ഏത്? ഡെറ്റോൾ. ഡെറ്റോൾ എന്ന് പറയുന്നത് ഈസ് എ മിക്സ്ചർ ഓഫ് ക്ലോറോ സൈലിനോൾ ആൻഡ് ടെർപിനോൾ. ഇനി അടുത്തത് വരുന്നതാണ് ഡിസിൻഫെക്റ്റൻസ്. ഓക്കെ, ഡിസിൻഫെക്റ്റൻസ്. വാട്ട് ആർ ഡിസിൻഫെക്റ്റൻസ്? നമുക്ക് കോമൺലി നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്നതാണല്ലേ. കെമിക്കൽ സബ്സ്റ്റൻസസ് വിച്ച് കിൽ മൈക്രോ ഓർഗാനിസംസ് ബട്ട് ആർ നോട്ട് സേഫ് for contact with living tissues are known as what? Disinfectant. Okay, so disinfectant എന്ന് പറയുന്നത് നമ്മുടെ ആൻറ്റിസെപ്റ്റിക്കിനെക്കാട്ടി കുറച്ചുകൂടി സ്ട്രോങ്ങർ വേർഷൻ ആണ്. നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 0.2% സൊല്യൂഷൻ ഓഫ് ഫീനോൾ ആക്ട് ആസ് എൻ ആൻറ്റിസെപ്റ്റിക്, ബട്ട് 1% സൊല്യൂഷൻ ഓഫ് ദിസ് ഫീനോൾ ആക്ട് ആസ് വാട്ട്? ഡിസിൻഫെക്റ്റൻറ്റ്. ഓക്കെ, സോ കോൺസെൻട്രേഷൻ കൂടിയതാണ് എന്തിനേം കാട്ടി. ആൻറ്റിസെപ്റ്റിക്കിലെ കുറച്ച് കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ അതെന്തായി മാറും? ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ട് മാറും. ഓക്കെ, നോട്ട് സേഫ് ആണ്, കാരണം എന്താണ്? സ്ട്രോങ് കെമിക്കൽസ് ആണ് അവിടെ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് എന്താണ്? നെക്സ്റ്റ് ആൻറ്റിബയോട്ടിക്സ്. ഓക്കെ, നമുക്ക് ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പെൻസിലിൻ മനസ്സിലോട്ട് ഓർമ്മ വരണം. പെൻസിലിൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ന്യൂമോണിയയ്ക്കെതിരായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആൻറ്റിബയോട്ടിക് ആണ്.
ഓക്കെ, ഇവിടെ എഴുതിയിട്ടുണ്ട് എന്താണ് ആൻറ്റിബയോട്ടിക് എന്ന്. ആൻറ്റിബയോട്ടിക് ആർ കെമിക്കൽ സബ്സ്റ്റൻസസ് വിച്ച് പ്രൊഡ്യൂസ് ബൈ മൈക്രോ ഓർഗാനിസംസ്. ഓക്കെ, ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? മൈക്രോ ഓർഗാനിസംസ് തന്നെയാണ്. ബാക്ടീരിയ, ഫംഗി ഓർ മോൾസ് ആണ് ആൻറ്റിബയോട്ടിക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന. that can inhibit the growth or even destroy other microorganisms are called antibiotics. Okay, or chemical substances produced by bacteria, fungi or mold ഉപയോഗിച്ചിട്ട് നമ്മൾ വേറെ ഒരു അസുഖത്തിന് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. സോ ആൻറ്റിബയോട്ടിക്സ് രണ്ട് ടൈപ്പ് ഉണ്ട്, ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക് ആൻഡ് നാരോ സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്. ഓക്കെ, രണ്ട് ടൈപ്പ് വരുന്നുണ്ട്. എന്താണ് ബ്രോഡ് സ്പെക്ട്രം ആൻഡ് നാരോ സ്പെക്ട്രം. ഓക്കെ, സോ ബ്രോഡ് സ്പെക്ട്രം എന്ന് പറയുന്നത് എന്താണ്? ആൻറ്റിബയോട്ടിക്സ് മെഡിസിൻ വിച്ച് ആർ എഫക്റ്റീവ് അഗൈൻസ്റ്റ് എ ലാർജ് നമ്പർ ഓഫ് ഹാംഫുൾ മൈക്രോ ഓർഗാനിസംസ്. ലാർജ് നമ്പർ ഓഫ് ഹാംഫുൾ മൈക്രോ ഓർഗാനിസത്തിനെതിരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ലാർജ് നമ്പർ ഓഫ് മൈക്രോ ഓർഗാനിസത്തിനെതിരെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെന്തെന്ന് പറയാം? ബ്രോഡ് സ്പെക്ട്രം എന്ന് പറയാം. ഓക്കെ, ലാർജ് നമ്പർ ഓഫ് മൈക്രോ ഓർഗാനിസം. എന്തെന്ന് പറയാം? ബ്രോഡ് സ്പെക്ട്രം. ഇനി നമുക്കൊരു നാരോ, അതായത് നമുക്ക് അധികം ഉപയോഗിക്കാൻ പറ്റത്തില്ലെങ്കിൽ എന്താണ്, ഒരുപാട് മൈക്രോ ഓർഗാനിസത്തിന് ഉപയോഗിക്കുന്നത് സ്മോൾ നമ്പറിന് മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുന്നതെങ്കിൽ എന്താണ്, നമ്മൾക്കതിനെ നാരോ സ്പെക്ട്രം എന്ന് പറയാം. ഓക്കെ, നാരോ സ്പെക്ട്രം ആൻറ്റിബയോട്ടിക് എന്ന് പറയാം. ഓക്കെ, ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക് രണ്ട് ടൈപ്പ് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടെട്രാസൈക്ലിൻ ആൻഡ് ക്ലോറാംഫെനിക്കോൾ എന്ന് പറയുന്നത് ബ്രോഡ് സ്പെക്ട്രം ആണ്. ആൻഡ് നാരോ സ്പെക്ട്രം ആണ് പെൻസിലിൻ ന്യൂമോണിയയ്ക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് എന്തോരം ഡ്രഗ് പഠിച്ചു, എന്തെല്ലാം ടൈപ്പ് ഡ്രഗ് പഠിച്ചു? അനാൽജസിക്, ആൻറ്റിപൈററ്റിക്, ട്രാൻസ്ക്ലേസസ്, ആൻറ്റിസെപ്റ്റിക്, ഡിസിൻഫെക്റ്റൻറ്റ്, ആൻറ്റിബയോട്ടിക്സ്. ഓക്കെ, സോ ഇതെല്ലാം ഒന്നും കൂടെ ഒന്ന് നോക്കുക. എന്താണ് അനാൽജസിക് എന്ന് പറയുന്നത്? പെയിന് റിലീവ് ചെയ്യാനാണ്, വേദന സംഹാരിയാണ് അനാൽജസിക്. ആൻറ്റിപൈററ്റിക് പനി വരുമ്പോൾ ഉപയോഗിക്കുന്നത്, ടെമ്പറേച്ചർ കുറയ്ക്കാൻ. ട്രാൻസ്ക്ലൈസസ് എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്ക്ലൈസസ് എന്ന് പറയുന്നത് എന്താണ്? ആങ്സൈറ്റി. ഓക്കെ, ആങ്സൈറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, ആങ്സൈറ്റി കുറയ്ക്കാനുള്ളതാണ്. അനാൽജസിക് എന്താണ്? വേദന സംഹാരിയാണ്. ഓക്കെ, ആൻറ്റിപൈററ്റിക് എന്ന് പറയുന്നത് എന്താണ്? പനി കുറയ്ക്കാനുള്ളതാണ്, ടെമ്പറേച്ചർ കുറയ്ക്കാനുള്ളതാണ്. ഓക്കെ, ആൻറ്റിസെപ്റ്റിക് എന്ന് പറയുന്നത് എന്താണ്? ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസത്തിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതാണ്. ആൻഡ് ദെൻ നമ്മൾ ഡിസിൻഫെക്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പവർ കൂടിയ ആൻറ്റിസെപ്റ്റിക് ആണെന്ന് പറഞ്ഞു. അതെന്ന് പറയുന്നത് കില്ല് ചെയ്യും, മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. പക്ഷേ നമ്മുടെ ലിവിങ് ടിഷ്യൂവിൽ കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിസീസസ് ഉണ്ടാവാൻ ചാൻസ്, നോട്ട് സേഫ് ആണ്. ഡിസീസ് അല്ല, പൊള്ളലേൽക്കാനും ഒക്കെ ചാൻസ് ഉണ്ട്. ഓക്കെ, ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. ബാക്ടീരിയ, മൈക്രോ ഓർഗാനിസംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. അത് രണ്ട് ടൈപ്പ് ഉണ്ട്, ബ്രോഡ് സ്പെക്ട്രം ആൻഡ് നാരോ സ്പെക്ട്രം. ഐ ഹോപ്പ് everything is clear. Thank you so much for watching my videos. Please comment, like, share, subscribe. Thank you so much.